അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട ഇമാം തിർമിദി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ല് ഹബീബക ഹൗനമ്മ അസാ അൻ യകൂന ബഗീലക യൗമമ്മ. നിൻ്റെ ചങ്ങായിരെ നീ സ്നേഹിക്കണം, പക്ഷെ ആ സ്നേഹ കണക്രാണ്ടി യാറായി പോകണ്ട. ചിലപ്പോൾ അയാൾ ഏതെങ്കിലും ഒരു സമയത്തിൽ നീ അയാളെ ദ്വേഷിക്കുന്ന ആളായിട്ട് തീരുക. അതുപോലെ ബഗീലക ഹൗനമ്മ അസാ അൻ യകൂന ഹബീബക യൗമമ്മ. നിൻ്റെ ശത്രു നീ ദ്വേഷിക്കുന്ന ആൾ അയാളുടെ കണക്രാണ്ടി യാറ ദ്വേഷിക്കണ്ട. ചിലപ്പോൾ എന്തെങ്കിലും ഒരു സമയത്തിൽ അയാൾ എൻ്റെ ചങ്ങായായിട്ട് മാറും, ഇഷ്ടപ്പെട്ട ആളായിട്ട് മാറും. അപ്പോൾ ദ്വേഷവും അർസവും പിരുസവും ഇതെല്ലാം ഒരു ലിമിറ്റിലിക്കട്ട് ഏറി പോകണ്ടാണ്ടായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കൽ. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് പല ചങ്ങായിമാരും കിട്ടാറ്. ചില ചങ്ങായിമാരെ ഞങ്ങൾ കണക്കാണ്ടി ആളെ സ്നേഹിച്ച് പോകണ്ട. പക്ഷേ ഇങ്ങനെ കളഞ്ഞപ്പോൾ ഞങ്ങൾ ആ ചങ്ങായിമാരെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഞങ്ങൾക്ക് അർസമുണ്ട്, പിന്നെ ഞങ്ങൾ അയാളെ ദ്വേഷിക്കുക തുടങ്ങണം. അതുപോലെ ചില ചങ്ങായിമാർ ചില ആൾമാരെ ഞങ്ങൾ ദ്വേഷിച്ചുകൊണ്ടിരിക്കണം, എന്തെങ്കിലും ഒരു വിഷയത്തിൽ അർസക്കിടും. അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ ഞങ്ങൾ അയാളുടെ സ്നേഹിക്കുക തുടങ്ങണം. അപ്പോൾ ഈ സ്നേഹവും അർസവും പിർസവും ഇതെല്ലാം താത്കാലികമായിട്ട് കിട്ടും. അപ്പോൾ ഈ പിർസ വെക്കുന്ന സന്ദർഭത്തിൽ കണക്കാണ്ട് യാറെ ലിമിറ്റ് മീറിയിട്ട് പിർസ വെക്കടെ. അങ്ങനെ പിർസ വെച്ചപ്പോൾ എന്തെങ്കിലും ഒരു നാളിൽ ഏതെങ്കിലും ഒരു സമയത്തിൽ അയാൾ നിന്നിട്ട് എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഉണ്ടായിട്ട്, അങ്ങനെ നമുക്ക് വിരസം ഉണ്ടായിട്ട് അർസം ഉണ്ടായിട്ട്. അപ്പോൾ നേരത്തെ ഞങ്ങൾ പിർസ വെച്ച സന്ദർഭത്തിൽ ഞങ്ങൾ ഒരുപാട് സീക്രട്ടുകൾ, ഞങ്ങൾ ഒരുപാട് രഹസ്യമായ വിഷയങ്ങൾ ഞങ്ങളെ ചങ്ങായ എന്ന നിലയ്ക്ക് ഞങ്ങൾ അയാളിട്ട് ചെന്നിട്ടിക്കിട. ഇപ്പം അയാൾ ഞങ്ങളെ ശത്രുവായിട്ട്, ഞങ്ങളെ അർസറ്റ് ആളായിട്ട് മാറിയപ്പോൾ ഞങ്ങളെ ഈ രഹസ്യം ഞങ്ങൾ ചെന്ന രഹസ്യമെല്ലാം അയാൾ ഞങ്ങളെ വിഷയമെല്ലാം അയാൾ ഗൊന്തിക്കിടും. അപ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് അത് മാറക്കായിട്ട് തീർന്നു. അയാൾ ആ രഹസ്യ കാര്യത്തെ പിടിച്ചിട്ട് ഞങ്ങളെ ബ്ലാക്ക് മെയിൽ ആക്കുമ്പോൾ ചാൻസും ഉണ്ട്. അപ്പോൾ ചങ്ങായിമാർ ചെല്ലുമ്പോൾ എനിക്ക് കണക്കിനാണ്ടി ഗമിച്ചിട്ടുള്ള ചങ്ങായിമാർ വേണ്ട. തെല്ല് അന്തറ വെച്ചല, തെല്ല് ഗ്യാപ്പ് വെച്ചല, എല്ലാം അങ്ങോട്ട് ചെന്നിട്ട് വെച്ചിട്ടാണെങ്കിൽ പിന്നത്തെ അത് വലിയ പ്രോബ്ലമായിട്ട് തീർന്നു. അതുപോലെ ചില ആൾമാരെ എന്തോ ഒരു വിഷയത്തിൽ നമുക്ക് അർസ ഏറിയിട്ട് ഭയങ്കര അർസത്തിൽ എന്തെല്ലാം അയാളെ ആക്ഷേപിക്കണം, വേറെ ഞങ്ങളുടെ അയാളെ വിഷയമെല്ലാം ഞങ്ങൾ ദൂരിട്ട് ചെന്നുകൊണ്ടിരിക്കുക. പക്ഷേ എന്തോ ഒരു കാര്യത്തിൽ അയാൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്ത് ഞങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് സഹജമായിട്ട് അയാളിട്ട് ഒരു പിർസ കൊണ്ടു. അങ്ങനെ പിന്നെ ആ പിർസ ചങ്ങായായിട്ട് ഒരു ഫ്രണ്ടായിട്ട് ബദലാവുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പം അയാൾ ചങ്ങായി, അല്ലെ പിർസത്തെ ചങ്ങായിട്ട്. അപ്പോൾ നേരത്തെ ഞങ്ങൾ അയാളെ എന്തെല്ലാം ആക്ഷേപിച്ചില്ല പറഞ്ഞില്ല. അപ്പോൾ അതെല്ലാം ഇപ്പം എന്താവുള്ളൂ ഞങ്ങൾക്ക് എതിരായിട്ട് പണ്ട് ഞങ്ങൾക്കപ്പോൾ മുജികറാവിടൂ, ശങ്കയാവിടൂ, മുന്നോട്ട് എന്തെല്ലാം ഞാൻ ചെന്നിട്ടില്ലായിട്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയത്തിലെല്ലാം എല്ലാം റെക്കോർഡായിട്ടിരിക്കുന്ന ഈ സമയമായിട്ടിരിക്കുമ്പോൾ ഭാര്യ ജാഗ്രത ആക്കേണ്ടി പറ്റും. അപ്പോൾ വളരെ ഉപയുക്തമായ ഒരു ഉപദേശമായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് ഇതിൽ കൂടി പരിപാടിത്തണ്ട്. അപ്പോൾ അർസ പിർസ ഇതെല്ലാം താത്കാലികമായിരിക്കും. മനുഷ്യ അവನು ചേഞ്ച് ആയിട്ട് ഇക്കട. അതുകൊണ്ട് അതെല്ലാം ഒരു കണക്കിനാണ് ടിയാറത്തിൽ പോയിടണ്ട, ലിമിറ്റിൽ വെച്ചുള്ളൂ. ഈ വിഷയത്തിൽ അള്ളാഹുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ ഞങ്ങളുടെ ഉമ്മ ബാപ്പന്മാർ, മൂത്തന്മാർ, ഇൽമുടെ അഹൽക്കാർ, സലാഹിയത്തിൽ ആൾമാർ, ഇതെല്ലാം അങ്ങനെല്ലാം പർത്ത് വെച്ചിട്ടായിരിക്കും ഈ വിഷയം ചെന്നിട്ടുള്ളത്. ഞങ്ങളെ ചങ്ങായിമാർ ടോട്ടലി ഞങ്ങളെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾമാരായിട്ടേക്കും. അല്ലാണ്ട് അങ്ങനെല്ലാം ഉമ്മ അബ്ബടെ മൂത്തന്മാരെ, ആലിമീങ്ങളെ, സ്വാലിഹീങ്ങളെ, അങ്ങനെല്ലാം ഔലിയാക്കന്മാർ, അങ്ങനെല്ലാം പിർസ വെക്കടല് അതൊക്കെ ലിമിറ്റ് വേണ്ടിയില്ല. എത്ര വേണം ഞങ്ങൾ പിർസ വെച്ചാലോ. അതേ സന്ദർഭത്തിൽ ഞങ്ങളെ ഫ്രണ്ട് സർക്കിളിലുള്ള ചില ആൾമാർ ചങ്ങായിമാരെ ഞങ്ങൾ സ്നേഹിക്കുമ്പോൾ കണക്കിനായിട്ട് അത് മീറി പോകണ്ട. അതുപോലെ ഞങ്ങൾ അർസം വെച്ചിട്ട് എന്തെല്ലാം പറഞ്ഞു പോകണ്ട. അത് പിന്നത്തെ അത് നമുക്ക്
ഖേദകരമായ അംശമായിട്ട് തീരുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ എത്രയോ ആൽമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദ്വേഷിച്ചിട്ട് എന്തെല്ലാം അപപ്രചാരാക്കിയുന്ന ആൽമാരെന്നാർ, അത് ഇവിടെയെല്ലാം എത്തിയിട്ട് എന്തെല്ലാം പ്രചാരാക്കിയെന്നാർ. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്ത് വന്നിട്ട് അങ്ങ് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ബദലായത് കണ്ട്. എത്രയോ സഹാബിനെ ചൊന്നതുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദ്വേഷിച്ച ആളായിട്ടുണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പം തന്നെ ജീവിതത്തെ ഏറ്റവും ഞാൻ സ്നേഹിക്കുന്ന ആൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയായിരിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യ ചേഞ്ച് ആവും. അതുകൊണ്ട് പിർസവും അർസവും എല്ലാം ഒരു ലിമിറ്റിൽ പോയെങ്കിൽ നല്ലതായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ നമുക്ക് ഉപദേശിക്കണം. അള്ളാഹു ഹബീബായ നിമിതങ്ങളെ ആ ഉപദേശ ജീവിതത്തിൽ കൊണ്ടുവരണം. നമുക്ക് അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞങ്ങളെല്ലാ പ്രയാസം വിഷമം അള്ളാഹു തീർത്ത് തരട്ടെ. ആമീൻ.